ഒരുപാട് പേര് കൊറോണ കഴിഞ്ഞ ശേഷം വീട്ടിൽ വെക്കുന്നുണ്ട്. വീട്ടിൽ പൊങ്കാല വെക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരുപാട് പുതിയ ആൾക്കാർ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്താറുണ്ട്. അപ്പോൾ അവരോടായി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നു, ഒരു സെൽഫി എടുക്കുന്നു. അതിനുശേഷം കലം വയ്ക്കുന്നു, ഒരു സെൽഫി എടുക്കുന്നു. അതിനുശേഷം വെള്ളം ഒഴിക്കുന്നു, സെൽഫി. പുതിയ ജനറേഷൻ ഒന്ന് ചിന്തിക്കേണ്ടത് ഇത് അവരവരുടെ പേഴ്സണൽ കാര്യമാണ്. ഭക്തി എന്നുള്ളത് പേഴ്സണലാണ് അല്ലേ. ഇതൊരു വ്രതം പോലെയാണല്ലോ. ഒരു വർഷം കാത്തിരുന്ന് അവർക്ക് കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ്. ഈ പൊങ്കാല അർപ്പിച്ച ശേഷം, നിവേദ്യം കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല എന്നുള്ളതാണ് വ്രതത്തിൻ്റെ അടിസ്ഥാനപരമായ മീനിങ്. പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്, തെങ്ങിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് പോവുകയാണ്, ഇല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും പറമ്പിലേക്ക് ആ പായസം വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. ഇങ്ങനെ കുറേ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊരു പ്രസാദമാണ്, നിവേദ്യം അർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ തലമുറ ഒരുപാട് പേർ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കുന്നു. അതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് തലേ ദിവസം വൈകിട്ടെങ്കിലും ഈ സന്ധ്യയ്ക്ക് ശേഷമുള്ള ഒരു സമയമെങ്കിലും മത്സ്യമാംസാഹാരാദികളെല്ലാം വെടിഞ്ഞ് നാമജപത്തോടു കൂടി ഭക്തി ശ്രദ്ധാപുരസരം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. നമസ്തേ. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് അനന്തപുരി. നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കുന്നതിനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പൊങ്കാല അർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ഗോപാലകൃഷ്ണ ശർമ്മയാണ്. നമസ്തേ. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല, ഈ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഈ വരുന്ന മാർച്ച് 3-ാം തീയതിയാണല്ലോ. പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഒരുപാട് ആൾക്കാർ കൂടി വരികയാണ്. ഒരുപാട് സ്ത്രീകൾ, വളരെ നല്ല കാര്യമാണ്. സ്ത്രീ മൂലം ഹി ധർമ്മ എന്ന് പറയുന്നത്. കാരണം ഒരു സ്ത്രീയാണ് വീടുകളിൽ ധർമ്മം നിലനിർത്തി പോരുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും ദേശത്തിലും എല്ലാം തന്നെ സ്ത്രീയുടെ സപ്പോർട്ട് വളരെ അധികമാണ്. അങ്ങനെ ഈ ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. ഏവർക്കും അറിയാം, കഥകളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ന് പുതിയ തലമുറ ഒരുപാട് പേർ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തേത്, ഒന്നും തോന്നരുത്, ഈ തലമുടി അഴിച്ചിട്ട് കൊണ്ടാണ് ഈ പൊങ്കാല ഇടുന്നത്. അപ്പോൾ കുറേ പേർ, പഴമക്കാർ ചെയ്യാറില്ല. കാരണം ഇത് ഇവർക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് അവർ കടന്നിട്ടില്ല. ശീലമാണല്ലോ. എന്നും അങ്ങനെ ശീലിച്ചാൽ മാത്രമല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് എന്തുകൊണ്ട് തലമുടി കെട്ടിവെച്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചാൽ തന്നെ ഈ തലമുടി ഈ പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടാവും, അതിൽ വീഴും. അതിൽ അപ്പുറത്ത് വെച്ചിട്ടുള്ള കലത്തിൽ വീഴും. കാറ്റത്ത് പറന്ന് അടുത്തുള്ള കലത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഒരു 100,000 സ്ത്രീകൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം ഒന്നിൽ നിന്ന് 10, 100, 1000 അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കാരണം അതൊരു നിവേദ്യ വസ്തുവാണ്. പലപ്പോഴും സ്ത്രീകൾ അത് ചിന്തിക്കാറില്ല. അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ദോഷമാണ്, ചെയ്യരുത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഒരിക്കലും അവർ ചെയ്യാറില്ല. ഞാൻ ചെയ്തേ അടങ്ങുന്നൊന്നും ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാവാം മേ ബി. സോ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്ത്, കാരണം ഇത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്, വളരെ സെൻസിറ്റീവാണ്. വിഷമം തോന്നുമല്ലോ, മുടി കെട്ടി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ടോണൊക്കെ കുറച്ച് പതുക്കെ സമാധാനപൂർവ്വം, കാരണം നമുക്കത് അവർ കേൾക്കണം എന്നുള്ളതാണ്. നല്ല വിഷയമാണല്ലോ, നല്ല കാര്യമാണല്ലോ. ഇപ്പോൾ തല ചൊറിയുമ്പോൾ അതിനകത്ത് ഇനിയിപ്പം പേന് ഇതുപോലെയുള്ള വിഷയങ്ങൾ അത് പതിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ മലിനീകരണമാണ്. അപ്പോൾ അങ്ങനെ തലമുടി നിർബന്ധമായും കെട്ടിവെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നാകും എന്ന് തോന്നുന്നു. കാരണം ഒരു കൊല്ലം കാത്തിരുന്നിട്ട് വർഷത്തിലൊരിക്കലാണ് പൊങ്കാല. അപ്പോൾ അങ്ങനെ ദേവിയുടെ അടുത്ത് നമ്മുടെ കഷ്ടങ്ങളെല്ലാം പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓരോ അമ്മമാരും സ്ത്രീകളും പലതരം പ്രാർത്ഥനകൾ, പലതരം ആഗ്രഹങ്ങൾ അതിന് വേണ്ടിയിട്ട് വരുമ്പം അതിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഇച്ചിരി മണിക്കൂറുകൾ മാത്രം. ആ മണിക്കൂറിൽ കുറച്ച് സമയം പൊങ്കാല അർപ്പിക്കുന്നു, നാമജപം ചെയ്യുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അപ്പോൾ ആ ഒരു 6-8 മണിക്കൂർ സമയനേരം ഭക്തി ശ്രദ്ധാപുരസരം ഒന്ന് അനുഷ്ഠിച്ചാൽ നന്നാകുമായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അതാണ് ആദ്യത്തെ ഒരു വിഷയം. പൊങ്കാല ഇടുന്ന സമയത്തെങ്കിലും തലമുടി കെട്ടിവെച്ച് തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കളുടെ അടുത്ത് വീട്ടിൽ ഒരു ജോലി ചെയ്യാൻ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് സ്ത്രീകൾ തലമുടി കെട്ടിയിട്ടാണ്
അടുത്ത കാര്യത്തിലേക്ക് തന്നെ കിടക്കും. താൻ അറിയാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇന്ന ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തലമുടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് കൈകൾ പോകത്തില്ലല്ലോ. മറ്റേത് കൈ കൊണ്ട് നമ്മൾ തലമുടി മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കും എൻ്റെ ഒരു തലമുടിയാണ്, അത് താഴെ പോകത്തില്ല, ഹെയർ ഫാൾ ഒന്നും ഇല്ലാത്ത ആളെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടേത് മാത്രമല്ല കാര്യം, ഒരുപാട് പേർ ലക്ഷക്കണക്കിനില്ലേ. അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ടാമത് ഈ തലമുടി പായസത്തിനും അവിടെ ഉള്ള സ്ഥലത്തെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജന്തുക്കൾ, പൂച്ച, നായ മുതലായവയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ ഇത് പോകത്തില്ലേ. ബ്ലൂ ക്രോസ് എന്ന് പറയുന്നവരെല്ലാം തന്നെ തലമുടി കെട്ടിവെക്കണം. അനിമൽ പ്രൊട്ടക്ഷന് ഇറങ്ങുന്നവർ തലമുടി കെട്ടിവെക്കണം. കാരണം ഷെഫ് കെട്ടുന്നുണ്ട്, സർജൻ കെട്ടുന്നുണ്ട്, എയർ ഹോസ്റ്റസ് തലമുടി കെട്ടിവെക്കുന്നുണ്ട്, ക്യാപ്പ് വയ്ക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുരാണത്തിലേക്കൊന്നും പോകണ്ട. ഒരു ഹൈജീൻ എന്നുള്ള രീതിക്ക് ചിന്തിച്ച് ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഇതൊരു ലോജിക്കാണല്ലോ, ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കും. ഇപ്പോൾ താങ്കൾ പുതിയ തലമുറയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരുപാട് പുതിയ ആൾക്കാർ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്താറുണ്ട്. അപ്പോൾ അവരോടായി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ തലമുറയ്ക്ക് ഓഫ് കോഴ്സ്, കാരണം ഇന്ന് ഒരു സോഷ്യൽ മീഡിയ. അപ്പോൾ ഇന്നത്തെ തലമുറ, എല്ലാവരും ഇല്ല, കുറച്ച് പേരെങ്കിലും അവരിങ്ങനെ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നു, ഒരു സെൽഫി എടുക്കുന്നു. അതിനുശേഷം കലം വയ്ക്കുന്നു, ഒരു സെൽഫി എടുക്കുന്നു. അതിനുശേഷം വെള്ളം ഒഴിക്കുന്നു, സെൽഫി. മറ്റേ അടുപ്പത്ത് ശർക്കര ഇടുന്നു, ഇല്ലെങ്കിൽ അരി ഇടുന്നു, അതിനൊരു സെൽഫി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സെൽഫി വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. കാരണം നമ്മൾ വരുന്നതിൻ്റെ പർപ്പസ് ദേവിയുടെ അനുഗ്രഹം നേടുവാൻ വേണ്ടിയിട്ടാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പർപ്പസ് അതാണ്. ആ പർപ്പസിലേക്ക് നമുക്ക് വേണ്ടത് ഭക്തിയും ശ്രദ്ധയുമാണ്. ശ്രദ്ധയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധ ഇല്ലെങ്കിൽ പോയി. ഭക്തി മാത്രമായാലും കാര്യമില്ല, ശ്രദ്ധ മാത്രമായാലും കാര്യമില്ല. ഭക്തി, ശ്രദ്ധ, പുരസരം എന്നുള്ളതാണ് ഒരു കോയിൻ്റെ രണ്ട് വശവും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനായി വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ നിവേദ്യം എല്ലാം നമ്മൾ വെച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭഗവതിയുടെ അനുഗ്രഹവും, നമ്മൾ ചെയ്യുന്നത് ഫേസ്ബുക്കിലുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ. അപ്പോൾ ഇതെല്ലാം പുതിയ ജനറേഷൻ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇത് അവരവരുടെ പേഴ്സണൽ കാര്യമാണ്. ഭക്തി എന്നുള്ളത് പേഴ്സണലാണ്, അല്ലേ? അവരവർക്കുള്ള ഭക്തി, അവരവർക്കുള്ള ശ്രദ്ധ. അപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് ഒരു 5-6 മണിക്കൂറോളം ഈ സെൽഫി എല്ലാം മാറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. കഴിവതും പൊങ്കാല ഇടുന്ന ആ സമയങ്ങളിൽ അത് ഒഴിവാക്കി. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധ കൂടും. ശ്രദ്ധയാ വിന്ദതേ വസു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നേടുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പൊങ്കാല പിന്നെ എന്താവും എന്നുള്ളത് നമുക്കറിയാം. ആ ശ്രദ്ധയോടുകൂടി ഭഗവതിയിലേക്ക് അർപ്പിക്കുന്നു, ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. അതുകൊണ്ടാണല്ലോ വർഷാവർഷം ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ. എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച്. തീർച്ചയായും പൊങ്കാല ഇടുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. പൊങ്കാല ഇടുമ്പോൾ മാത്രമല്ല, പൊങ്കാല കലം വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇത് തുടങ്ങുകയാണല്ലോ. രാവിലെ മുതൽക്ക് തുടങ്ങുകയാണ്. പലപ്പോഴും പല ഭാഗത്തും കണ്ടുവരുന്നത്, എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലും ഈ സ്ത്രീകൾ കൂടി നിന്ന് സംസാരം കൂടുതലാണ്. അപ്പോൾ ഇതൊരു വ്രതം പോലെയാണല്ലോ. ഒരു വർഷം കാത്തിരുന്ന് അവർക്ക് കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ്. ഇതൊരു സുലഭമല്ലല്ലോ, എപ്പോഴും അല്ലല്ലോ. ഒരു വർഷം കാത്തിരിക്കുകയാണ്. അവരവരുടെ കഷ്ടതകളെല്ലാം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ പേർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അയൽവക്കക്കാരെ കുറ്റം പറയുക, വീട്ടുകാരെ കുറ്റം പറയുക, സിനിമാക്കാരെക്കുറിച്ചുള്ള ചർച്ചകൾ, പൊളിറ്റിക്സ് ചർച്ചകൾ, ഇതെല്ലാം ഒന്നൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അഭിപ്രായമാണ്, ഒന്നൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നാമജപത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതൊരു അഭിപ്രായമാണ്. കാരണം ഈ പായസം അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അത് വേകുന്നത് വരെ തൊട്ടപ്പുറത്തുള്ള പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കും. കാരണം ഇപ്പോഴേ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഈ ഒരു സാഹചര്യം മുതലെടുക്കുക, എല്ലാ സ്ത്രീകളും മുതലെടുക്കുക. ഈ സാഹചര്യം ഇനി 1 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇതിൻ്റെ പേരിലെങ്കിലും ഒരു കുറച്ച് നേരം നമുക്ക് സംസാരിക്കാതെ നാമജപങ്ങൾ കൂട്ടുക. മൗനവ്രതം, സാധിക്കുന്ന രീതിയിൽ മൗനവ്രതം ആചരിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധ കൂടും, ഭക്തി കൂടും, പ്ലസ് മനസ്സിന് ഒരുപാട് ആനന്ദം ലഭിക്കും. ഇനി എന്താണ് ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏവർക്കും അറിയാം, അമ്മേ നാരായണ, ദേവി നാരായണ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് പേര് ജപിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേർക്ക് അതിലേക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, കുറഞ്ഞ പക്ഷം ദേവി മഹാത്മ്യത്തിലെ 11-ാമത്തെ അധ്യായം. പിന്നെ ദേവി മഹാത്മ്യത്തിൽ നിന്നുള്ളതാണ് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള സ്തുതി. അത് ഒരുപാട് പ്രാവശ്യം ജപിക്കാം. ഇനി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അമ്മേ നാരായണ ഉണ്ട്.
കുറച്ച് പേർക്ക് ഈ ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുക, ഭദ്രകാളി 10 ജപിക്കുക എന്നിങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കാളിയുടെ ധ്യാന ശ്ലോകം. ഇതിൻ്റെ പേരിലെങ്കിലും സ്ത്രീകൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാള കണ്ഠസ്ഥിതാം ഖഡ്ഗഖേട കപാല ദാരികശിരകൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേത പിശാച മാതൃസവിതാം മുണ്ഡസ്രജാലംകൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപതാം സംഹാരിണീം ഈശ്വരീം എന്നുള്ള ഒരു 4 വരി, ചെറിയ ഒരു 4 വരിയാണ്. ഇതൊരു പക്ഷേ പഠിക്കുകയാണെങ്കിൽ ഇത് അവർ മാത്രമല്ല പഠിക്കുന്നത്, അവരുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അവരിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കും. അങ്ങനെ ഒന്ന് 10 10 100 100 അങ്ങനെ വ്യാപിക്കും. അങ്ങനെ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ പഠിക്കുവാനുള്ള സമയമായിട്ട് ഇതൊന്ന് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നതാകയാൽ അത് ഉത്തമമാകും. നാമജപത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ പൊങ്കാല അർപ്പിക്കുന്നവർ വ്രതമെടുക്കേണ്ടത് എന്ന് മുതലാണ്? ഓക്കെ, പൊങ്കാലയ്ക്ക് പ്രത്യേകിച്ച് വ്രതം എടുക്കുക എന്നുള്ള ഒരു റൂള് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല എന്നുള്ളതാണ് വ്രതത്തിൻ്റെ അടിസ്ഥാനപരമായ മീനിങ്. കാരണം ഇന്ന് വ്രതം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടന്നാൽ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ ധനം ലഭിക്കുമെങ്കിൽ ഇന്ന് സൊമാലിയ ആവണം ലോകത്തിലെ റിച്ചസ്റ്റ് കൺട്രി അല്ലേ? അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. അപ്പോൾ ഒരു 3 ദിവസമെങ്കിലും ഇതിൻ്റെ പേരിലെങ്കിലും നാം ആറ്റുകാൽ ഭഗവതിയുടെ പേരിൽ വ്രതമിരുന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്. ആറ്റുകാൽ ഭഗവതിയെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാം. അപ്പോൾ ആ ഡൂസ് ആൻഡ് ഡോൺസ് അവരവർക്ക് എന്താ പറയുക, ഒരു ഹാബിറ്റ്, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, ഈ 3 ദിവസം ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ പറ്റാത്ത കാര്യം ഞാനിത് ചെയ്യും, ഇത്ര നേരം നാമജപം ജപിക്കുകയാണ് 3 ദിവസം, അത് വ്രതമാണ്. അപ്പോൾ ആഹാര ക്രമീകരണങ്ങളിലൂടെ 3 ദിവസം ഇരിക്കുന്നു. ചിലർക്ക് 1 ദിവസമേ സാധിക്കുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് തലേ ദിവസം വൈകിട്ടെങ്കിലും ഈ സന്ധ്യയ്ക്ക് ശേഷമുള്ള ഒരു സമയമെങ്കിലും മത്സ്യമാംസാഹാരാദികളെല്ലാം വെടിഞ്ഞ് നാമജപത്തോടു കൂടി ഭക്തി ശ്രദ്ധാപുരസരം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു 5 നേരം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിലെങ്കിലും നമ്മുടെ ശരീരത്തെ നാം കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവതിക്കൊന്നും ലഭിക്കാനില്ല. ഇതെല്ലാം ഈ ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഇല്ലെങ്കിൽ അന്നത്തെ പുണ്യ ദിവസത്തിലൂടെ ആ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കുന്നു. അതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഈ പൊങ്കാല അർപ്പിച്ച ശേഷം, നിവേദ്യം കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒരുപാട് പേർ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ഒരുപാട് പൊങ്കാല അതായത് പായസം ഉണ്ടാക്കുന്നു, തെരളി ഉണ്ടാക്കുന്നു, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ കഴിക്കാൻ ആളില്ലെങ്കിൽ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്, തെങ്ങിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് പോവുകയാണ്, ഇല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും പറമ്പിലേക്ക് ആ പായസം വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. ഇങ്ങനെ കുറേ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊരു പ്രസാദമാണ്, നിവേദ്യം അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിതരണം ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അതായത് ആ സ്ഥലം പൂർണ്ണമായിട്ടും വൃത്തിയാക്കി, കാരണം വൃത്തിയും വെടിപ്പുമാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അത് തന്നെയാണല്ലോ. അപ്പോൾ പൊങ്കാല കഴിഞ്ഞ ശേഷം അത് തെരളിയാകട്ടെ, ഇല്ലെങ്കിൽ പായസമാകട്ടെ, വെള്ളനേദ്യമാകട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത് കൊണ്ടുപോയി വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം തന്നെ വിതരണം ചെയ്ത് അതിനെ ഉറപ്പുവരുത്തുക, എല്ലാവരും കഴിക്കുക. അതാണ് അതിന് വേണ്ടിയിട്ടാണല്ലോ. ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയാൽ മതി. ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ഭഗവതി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും, കാരണം കഴിക്കാൻ ആളില്ല, ഇല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ആകും എന്നുള്ള ബോധമുണ്ടെങ്കിൽ അരി വേസ്റ്റ് ചെയ്യരുത്, ശർക്കര വേസ്റ്റ് ചെയ്യരുത്, ഒന്നും വേസ്റ്റ് ചെയ്യരുത്. ഇത് ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ഒരാളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റാവാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലേ ഈ വേസ്റ്റേജ് നമ്മൾ കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പ്രസാദമായിട്ട് ഇതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാകണം എന്നുള്ളതാണ് മെയിൻ. അതുപോലെ തന്നെ എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മൾ പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് നിവേദ്യം കഴിയാതെ നമുക്ക് അതുമായി പോകാൻ കഴിയുമോ? സാധാരണ കേസിൽ, കാരണം ഇത് മനസ്സാണല്ലോ, ഞാനങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ പോകാനുള്ളവർ അവർ പൊങ്കാല അർപ്പിച്ചിട്ട് അതുമായി അവിടെ പോയിരുന്ന് അവിടുന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് തവണ അത് കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ നിവേദ്യം ചെയ്യാതെ നമ്മൾ പൊങ്കാല അർപ്പിച്ച സ്ഥലത്ത് നിന്ന് നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുമോ?
നല്ല ചോദ്യമാണ്. സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഇച്ഛാശക്തിയല്ലേ. പൊങ്കാല എടുത്ത് നേരെ ട്രെയിനിൽ വയ്ക്കാൻ പോവാമല്ലോ. പൊങ്കാല നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു ആഗ്രഹം, ഒരു ലക്ഷ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അതിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും ദേവിക്ക് അർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. നിവേദ്യം കഴിയുന്നത് വരെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരാളുടെ മനസ്സാണ്, ഇതിപ്പോൾ ഒരു വേദാന്തിയുടെ അടുത്താണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം മാനസികമായിട്ട് ഞാൻ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മശാസ്ത്രം അംഗീകരിച്ചേ പറ്റൂ. മാനസികമായിട്ട് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആയതിനാൽ ഈ സാധാരണക്കാരെല്ലാം തന്നെ അതിനനുസൃതമായിട്ട് ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കുക, ബസ് ടിക്കറ്റ് എടുക്കുക, അതിനനുസരിച്ച് വരിക എന്നുള്ളതാണ്. കാരണം നിവേദ്യം കഴിയുമ്പോഴാണത് പൂർത്തിയാവുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഇല്ലെങ്കിൽ സാധാരണക്കാരെല്ലാം തന്നെ അങ്ങനെ ചെയ്യണമെന്നാണ് അഭിപ്രായം. ഒരിക്കലും അത് കഴിയാതെ പോകുന്നതിൽ അർത്ഥമില്ല. നേദിക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ വരുന്നത്. എന്നാലേ മനസ്സിൽ ചഞ്ചലമില്ലാതെ നമുക്കത് പ്രസാദമായിട്ട് ആ ഭാവനയോടുകൂടിയാണ്. കാരണം ഈ ഭാവമാണ് എല്ലാം. അത് പ്രസാദമായി എന്നുള്ളൊരു ഭാവന വരണമെങ്കിൽ ആ നിവേദ്യം നടക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രസാദമായി, മനസ്സിൽ ആ ചഞ്ചലതയൊന്നുമില്ല, ആ പ്രസാദം നമ്മൾ കഴിക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് ഇടാവുന്നതാണല്ലോ, നമ്മൾ ഇത്രയും ദൂരം വരേണ്ട. തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പേര് കൊറോണ കഴിഞ്ഞ ശേഷം വീട്ടിൽ വെക്കുന്നുണ്ട്. വീട്ടിൽ പൊങ്കാല വെക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം അതിൻ്റെ പേരിലെങ്കിലും നമ്മളിങ്ങനെയാണ് അതിനെ വീക്ഷിക്കേണ്ടത്. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിലെങ്കിലും കേരളത്തിലുടനീളം വീട്ടിൽ പായസം വെച്ച് അവിടെ ഒരു വിളക്ക് തെളിയിച്ച് അവിടെ ഭദ്രകാളിയെ മനസ്സിൽ ധ്യാനിച്ച് നിവേദിക്കുക. ആ ഒരു സത്കർമ്മമെങ്കിലും മലയാളിയുടെ വീട്ടിൽ നടക്കട്ടെ എന്ന് ഞാൻ പറയും. കാരണം ഇന്ന് മലയാളികളുടെ വീട്ടിൽ ഒരു ആഘോഷവുമില്ല. വിഷുവിന് കണി വയ്ക്കുന്നു, അത് കഴിഞ്ഞാൽ ഓണത്തിന് സദ്യ. ഓണത്തിന് ഇപ്പോൾ സദ്യയും ഹോട്ടലിലായി. വിഷുവിനുള്ള കണി മാത്രമേ വീട്ടിൽ എന്തെങ്കിലും ഉള്ളൂ. അല്ലാത്ത പക്ഷം 365 ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തിപ്പ് മാത്രമുണ്ട്, അതും തുലോം തുച്ഛമായി. അപ്പം ഇതിൻ്റെ പേരിലെങ്കിലും എല്ലാവരും കേരളത്തിലുടനീളം വിദേശത്തും അന്നേ ദിവസം, കാരണം നമുക്കൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്, ആറ്റുകാൽ പൊങ്കാല എന്നൊരു ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട്, ദൈവികമായിട്ടുള്ള ബ്രാൻഡ്. അന്നൊരു സ്പിരിച്വൽ ഡേ ആയിട്ട് നമ്മൾ മനസ്സിൽ കരുതുന്നു. അന്ന് അതിൻ്റെ പേരിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഭദ്രകാളിയുടെ ഒരു ചിത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊങ്കാല അല്ലെങ്കിൽ പായസം, ശർക്കര പായസം, വെള്ളനേദ്യ മുതലായവ ഉണ്ടാക്കുന്നു. അതിനുശേഷം നേദിക്കുന്നു, ആ പ്രസാദമായിട്ട് കൊടുക്കുന്നു. മനസ്സിന് തൃപ്തിയില്ലേ? ഇതിൻ്റെ പേരിൽ കുറച്ച് നേരം നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുന്നില്ലേ? ഭക്തി ശ്രദ്ധാപുരസരം ഭഗവതിയുടെ നാമം ചൊല്ലുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് നല്ല കാര്യമില്ലേ? തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് അഭിപ്രായം. സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ഒരു പൊങ്കാല അർപ്പിച്ച് മടങ്ങുമ്പോൾ തിരുവനന്തപുരം യജ്ഞശാലയായി മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു ഫീലിങ്സ്, അതിൻ്റെ അനുഭൂതി എന്താണ്, അതിനെക്കുറിച്ച് പറയാൻ? തീർച്ചയായിട്ടും യജ്ഞം എന്ന വാക്ക് മഹായജ്ഞം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു കമ്പയർ ചെയ്യാമോ എന്നറിയില്ല. എന്നിരുന്നാലും യജുർവേദത്തിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പോവാനായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു തിങ്കിങ് പാറ്റേൺ ആണ്. പക്ഷേ ഇതെല്ലാം ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം സ്ത്രീകളാൽ നടത്തപ്പെടുന്നുണ്ട്. എങ്ങനെയെന്ന് പറയാം. പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, അതായത് മനുഷ്യയജ്ഞം എന്ന് പറയാം, പിന്നെ ഭൂതയജ്ഞം. ഈ 5 യജ്ഞങ്ങളെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേവയജ്ഞം എന്ന് പറയുമ്പോൾ ഏവർക്കും അറിയാം, ദേവതകൾക്ക് വേണ്ടി നാം ചെയ്യുന്ന യജ്ഞങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര ദർശനം, പ്രാർത്ഥന ഇത്യാദികളെല്ലാം തന്നെ ദേവയജ്ഞത്തിൽ ഉൾപ്പെടും. അപ്പോൾ സ്ത്രീകൾ അന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഇതെല്ലാം അവരറിയാതെ തന്നെ ചെയ്തു വരികയാണ്. ഇനി ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്താണ്, നാമജപം, അത് ബ്രഹ്മയജ്ഞത്തിൽ ഉൾപ്പെടും. ഋഷിപ്രോക്തമായ കൃതികൾ ഇല്ലെങ്കിൽ സംഹിതകൾ ഇല്ലെങ്കിൽ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ മന്ത്രങ്ങളെല്ലാം തന്നെ നാം ജപിക്കുന്നു, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അത് ബ്രഹ്മയജ്ഞത്തിൽ ഉൾപ്പെടും. അതും അന്ന് നടന്നു വരുന്നുണ്ട്. കാരണം പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ജപിക്കുന്നുണ്ട്, ഒരുപാട് പേര് ജപിക്കുന്നുണ്ട്, കൂട്ടായ്മ വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇനി പിതൃയജ്ഞം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മേ ബി പിതൃക്കൾ എന്ന് നാം ഉദ്ദേശിക്കുന്നത് തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് പിതൃയജ്ഞസ്തു തർപ്പണം എന്നുള്ള ഒരു മീനിങ്ങിലാണ് അതെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പിതൃ എന്ന ശബ്ദത്തിന് വേറെ കുറേ മീനിങ് ഉണ്ട്. അതായത് മർത്യാഹ പിതരഹ, അതായത് മനുഷ്യന്മാരെല്ലാം തന്നെ പിതൃക്കളാണ് എന്ന് മറ്റൊരു ഭാഗത്ത് ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ മാതാച പിതാച ഇതി പിതരൗ എന്ന് അച്ഛനും അമ്മയും പിതൃക്കളാണ്. പിതരഹ എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ നമ്മളെല്ലാം പൊങ്കാലയൊക്കെ വെച്ചിട്ട്
വീട്ടിലെ വയസ്സായവർക്കൊക്കെ ഈ പൊങ്കാല ഈ പായസമൊക്കെ കൊടുക്കുകയാണ്, ശരിയല്ലേ? പ്രസാദമായിട്ട് കൊടുക്കുന്നു. അവർ ഒരു 6 മാസത്തിന് ശേഷം, ഓണത്തിന് ശേഷം ഇപ്പോഴായിരിക്കും അവർക്ക് പ്രസാദം കിട്ടുക. ഒരു സന്തോഷം വരില്ലേ? അത് കൊടുത്ത് നമസ്കരിക്കുന്നില്ലേ? അവരെ സേവിക്കുന്നില്ലേ? ഒരു സന്തോഷം വന്നില്ലേ? അതിന് നമുക്ക് ഈ ഒരു യജ്ഞമായിട്ട് കണ്ടുകൂടെ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. അടുത്തത് നൃയജ്ഞം, ഇല്ലെങ്കിൽ അതിഥി യജ്ഞം, മനുഷ്യയജ്ഞം എന്നൊക്കെ പറയും. അവിടെ വരുന്നവർക്ക് ഒരുപാട് പേർക്ക്, ഇല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും അന്നദാനം നടത്തിപ്പോരുന്നു. അതാത് സ്ഥലങ്ങളിൽ അതാത് ഒരു കമ്മിറ്റിയോ എന്തൊക്കെ സമിതിയൊക്കെ രൂപീകരിച്ച് പൗരസമിതി പോലെ ഒരുപാട് പേര് അന്നദാനം നടത്തുന്നു. സ്ത്രീകൾ അങ്ങോട്ട് അരി കൊടുക്കുന്നു, കുറച്ച് പേർ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ അതിഥി യജ്ഞമായിട്ട് കണ്ടുകൂടെ? പഞ്ചമഹായജ്ഞത്തിൽ 4 എണ്ണമായില്ലേ? അടുത്തത് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറയുന്നത് ഈ പക്ഷിമൃഗാദികളെല്ലാം തന്നെ അവരെ സേവിക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെ നമ്മൾ നീറ്റായാലും അവിടെ പൊങ്കാലയുടെ ബാക്കിയൊക്കെ അവിടെ കാണും, കുറച്ച് അവിടെയൊക്കെ കിടക്കും, ശരിയല്ലേ? അത് അവിടെയുള്ള ജന്തുക്കൾ ഭക്ഷിക്കുമോ ഇല്ലയോ? ഇനി വീട്ടിൽ കൊണ്ടുപോയാലും അവരവരുടെ വളർത്തു മൃഗങ്ങൾക്ക് ഈ പായസം കുറച്ച് കൊടുക്കും. അത് ഭൂതയജ്ഞമായി മാറിയില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പഞ്ചമഹായജ്ഞത്തോട് വേണമെങ്കിൽ ഈ ആറ്റുകാൽ പൊങ്കാലയെ ഉപമിക്കാം എന്നുള്ളതാണ് ഒരു ചിന്തയാണ്. തീർച്ചയായിട്ടും ഒരു യജ്ഞശാല തന്നെയാണ്. വളരെ ഒരു ഇത് അനുഭവിച്ചറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഭക്തി ശ്രദ്ധാപുരസരം എന്നുള്ള ഒരു വാക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വളരെ വലുതാകും. കാരണം എല്ലാവരും പ്രാർത്ഥിച്ചാണല്ലോ പോരുന്നത്. ആ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്രയും നേരം വളരെ വിലയേറിയ അറിവുകൾ, പൊങ്കാലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നതിന് വളരെയധികം നന്ദി. നമസ്തേ. നമസ്കാരം.